ഐക്യഗാഥ. ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിന്റെ മർമ്മരവാക്യത്തിൻ അർത്ഥമെന്തോ? എന്നയൽക്കാരനിൽ നിന്നു ഞാൻ ഭിന്നനല്ലെന്നങ്ങു നിന്നിതുവന്നുരയിപ്പൂ. മാനത്തു വട്ടത്തിൽ പാറുമി പക്ഷിതൻ തേനുലിഗ്ഗാനത്തിൻ സാരമെന്തോ? എന്നയൽനാട്ടിൽ നിന്നെന്നാടു വേറെയ ലെന്നതു രണ്ടും കണ്ടോതിരുന്നു. തൻ തിരമാല തന്നൊച്ചയാലീ ആഴി സന്തതമെന്തോന്നു ഘോഷിക്കുന്നു. ഭൂഖണ്ഡമൊന്നിനൊന്നന്യമല്ലെന്നതി താകവെ തൊട്ടറിഞ്ഞൊതിടുന്നു. വ്യോമത്തിൽ നിന്നിടി ദുന്ദുഭി കൊട്ടീ കാർമുകിലെന്തോന്നു ഗർജിക്കുന്നു. രണ്ടല്ല നാഗവുമൂഴിയുമെന്നതു രണ്ടിനും മധ്യത്തിൽ നിന്നുരൈ. മന്ദമെൻ ഹൃത്തത്തിൻ സ്പന്ദത്താൽ ചെയ്യുമീ മന്ത്രോപദേശത്തിൻ മർമ്മമെന്തോ? അപ്പരബ്രഹ്മം താൻ ഞാനെന്നു കൂറുന്നു രാപകലെന്നോടെന്നന്തര്യാമി. ഉള്ളൂർ എസ് പരമേശ്വരയ്യ. പാഠത്തിന്റെ ഹൃദയം. കവി കാറ്റിനെയും പക്ഷിയെയും കടലിനെയും മേഘത്തെയും മനുഷ്യരെപ്പോലെ സംസാരിപ്പിക്കുന്നു. അവയെല്ലാം പറയുന്ന സന്ദേശം ഒരേയൊന്നാണ്. ലോകത്തിലുള്ള ആരും പൂർണ്ണമായും വേറിട്ടവരല്ല. എല്ലാവർക്കും തമ്മിൽ ബന്ധമുണ്ട്. ഇത് ഐക്യം, സഹോദര്യം, ലോകസ്നേഹം എന്നീ ആശയങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ഒരു ക്ലാസ്സിലെ കുട്ടികൾ പല വീടുകളിൽ നിന്ന് വരാം. പക്ഷേ ക്ലാസ് ഒന്നാണ്. അതുപോലെ മനുഷ്യർ പല നാട്ടിൽ നിന്നാലും ലോകം ഒറ്റ കുടുംബമാണ്. പ്രകൃതി ഈ സത്യം കവി കേൾക്കുന്ന ഭാഷയിൽ പാടുന്നു. പക്ഷിയുടെ തേനൊലിഗാനം. പക്ഷി ആകാശത്ത് പറക്കുമ്പോൾ നാട് അതിർത്തി എന്ന വ്യത്യാസം അറിയുന്നില്ല. അതിന്റെ മധുരഗാനം അയൽനാടും നമ്മുടെ നാടും വേറെയല്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. കടലിലെ തിരമാലകൾ. കടൽ ഭൂഖണ്ഡങ്ങളെ തൊടുന്നു. അതുകൊണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ അന്യമല്ല, ലോകം ബന്ധമുള്ള ഒരുമയാണ് എന്ന ആശയം കവി അവതരിപ്പിക്കുന്നു. കാർമുകിലിന്റെ ഗർജനം. മേഘം ആകാശത്തിനും ഭൂമിക്കും ഇടയിലാണ്. അതിന്റെ ഇടിമുഴക്കം നാഗവും ഊഴിയും രണ്ടല്ല എന്ന ആശയമായി കവി കാണുന്നു. കവിതയുടെ അവസാന ഭാഗത്ത് കവി പുറത്തുള്ള പ്രകൃതി സന്ദേശം ഉള്ളിലെ ആത്മസന്ദേശമായി മാറ്റുന്നു. എല്ലാം ഒന്നാണ് എന്ന മഹത്തായ ആത്മീയ ബോധമാണ് അന്തര്യാമി കവിയോട് പറയുന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും ദൈവികതയെയും വേർതിരിക്കാതെ കാണുന്ന ഒരു വിശാല ദർശനമാണ് ഇതിലുള്ളത്. ഐക്യഗാഥ. ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിന്റെ മർമ്മരവാക്യത്തിൻ അർത്ഥമെന്തോ? എന്നയൽക്കാരനിൽ നിന്നു ഞാൻ ഭിന്നന ലെന്നങ്ങു നിന്നിതു വന്നുരയിപ്പൂ. മാനത്തു വട്ടത്തിൽ പാറുമി പക്ഷിതൻ തേനുലിഗ്ഗാനത്തിൻ സാരമെന്തോ? എന്നയൽനാട്ടിൽ നിന്നെന്നാടു വേറെയ ലെന്നതു രണ്ടും കണ്ടോതിടുന്നു. തൻ തിരമാല തന്നൊച്ചയാളിയാഴി സന്തതമെന്തോന്നു ഘോഷിക്കുന്നു. ഭൂഖണ്ഡമൊന്നിനൊന്നന്യമല്ലെന്നതി താകവെ തൊട്ടറിഞ്ഞോതിരുന്നു. വ്യോമത്തിൽ നിന്നിടി ദുന്ദുഭി കൊട്ടീ കാർമുകിലെന്തോന്നു ഗർജിക്കുന്നു. രണ്ടല്ല നാഗവുമൂഴിയുമെന്നതു രണ്ടിനും മധ്യത്തിൽ നിന്നുരൈ. മന്ദമെൻ ഹൃത്തത്തിൻ സ്പന്ദത്താൽ ചെയ്യുമീ മന്ത്രോപദേശത്തിൻ മർമ്മമെന്തോ? അപ്പരബ്രഹ്മം താൻ ഞാനെന്നു കൂറുന്നു രാപകലെന്നോടെന്നന്തര്യാമി. ഉള്ളൂർ എസ് പരമേശ്വരയ്യ.